ഹലോ ഗൈസ്, ഇന്ന് ഉണ്ണിമോൾക്കൊരു പരീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഉണ്ണിക്കുട്ടനും കൂടെ രാവിലെ തന്നെ ഉണ്ണിമോളെയും കൂട്ടി ഉണ്ണിമോളുടെ സ്കൂളിൽ കൊണ്ടാക്കി ഉണ്ണിമോളുടെ പരീക്ഷ കഴിയുന്നത് വരെ അവിടെ കാത്തിരിക്കുകയാണ് കേട്ടോ. ഈ കാണുന്ന സ്കൂളിലാണ് ഉണ്ണിമോളും ഉണ്ണിക്കുട്ടനും പഠിക്കുന്നത്. സ്കൂൾ ഏതെന്ന് മനസ്സിലായവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഉണ്ണിക്കുട്ടൻ ഈ സ്കൂളിൽ 7ാം ക്ലാസ്സിലും ഉണ്ണിമോൾ ഈ സ്കൂളിൽ 3ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. പരീക്ഷ കഴിയാൻ ഇനിയും 1 മണിക്കൂർ എടുക്കും. പുറത്ത് നല്ല ചൂടായിരുന്നു. സ്കൂളിന് മുന്നിലെ തണൽ മരച്ചോട്ടിൽ ഞാനും ഉണ്ണിക്കുട്ടനും കാത്തിരുന്നു. കുറച്ച് കഴിഞ്ഞതും ഉണ്ണിമോൾ പരീക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് വന്നു. പരീക്ഷ കഴിഞ്ഞ് പുറത്ത് വന്ന ഉണ്ണിമോളോട് പരീക്ഷയെക്കുറിച്ച് ചോദിച്ചപ്പോൾ വളരെ സിമ്പിളാണെന്നാണ് അവൾ പറഞ്ഞത്. പരീക്ഷ കഴിഞ്ഞ് വന്ന ഉണ്ണിമോൾക്ക് ക്ഷീണം മാറ്റാൻ വേണ്ടി പപ്സിൻ്റെ പകുതി കൊടുക്കുകയാണ് ഉണ്ണിക്കുട്ടൻ. പിന്നെ വീടിന് പുറത്തിറങ്ങിയാൽ എന്നും ഒരു പാൽച്ചായയും പപ്സും 2 പേർക്ക് നിർബന്ധമാണ്. അങ്ങനെ ഒരു ബേക്കറിയിൽ കയറി ഞങ്ങൾ ചായയും പപ്സും കഴിച്ചു. അങ്ങനെ ഈ വർഷത്തെ 2 പേരുടെയും പരീക്ഷ അവസാനിച്ച അവസ്ഥയ്ക്ക് ധോണി വരെ പോയി PT7നെയും കണ്ടുവരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ ധോണിയിലേക്ക് വിട്ടു. പോകുന്ന വഴിക്ക് റോഡ് വക്കിൽ കണിക്കൊന്ന പൂത്ത് നിൽക്കുന്ന മനോഹരമായ ഒരു കാഴ്ച കണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു. അങ്ങനെ നമ്മൾ ധോണി ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്പോട്ടിലെത്തി കേട്ടോ. ദൂരെ നിന്നാണെങ്കിലും PT7നെ കാണാമെന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ അകത്തേക്ക് കയറി. വേനലായതുകൊണ്ട് കാട്ടിലെ മരങ്ങളൊക്കെ ഇലപൊഴിച്ച സമയമായിരുന്നു. എങ്കിലും വനം കാണാൻ വളരെ മനോഹരമായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അവിടെ ചെന്ന് PT7നെ കാണാൻ ഞങ്ങൾക്കായില്ല. പകരം നാടുവിറപ്പിച്ച കൊമ്പനായ PT7നെ മെരുക്കാൻ ഉപയോഗിച്ചിരുന്ന കൂട് കാണാനായി. ധോണി വെള്ളച്ചാട്ടം കാണാനായി ട്രക്കിങ്ങിന് വരുന്ന ടീമുകളോടൊപ്പം സ്ഥിരമായി ഒരു ഗൈഡിനെ പോലെ 8 കിലോമീറ്ററോളം നടന്ന് ക്ഷീണിച്ച് അവശനായി കിടക്കുകയാണ് ഇവൻ. അങ്ങനെ വളരെ പ്രതീക്ഷയോടെ ചെന്ന് PT7നെ കാണാനാവാതെ നിരാശയോടെ മടങ്ങുകയാണ് ഞങ്ങൾ. എന്തായാലും ധോണി വരെ എത്തിയതല്ലേ, നമുക്ക് ധോണിയിൽ തന്നെയുള്ള ചേറ്റോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പോകാമെന്ന് ഉണ്ണിക്കുട്ടൻ പറഞ്ഞപ്പോൾ രണ്ടാമതൊന്നും ആലോചിച്ചില്ല. ബൈക്കെടുത്ത് ഞങ്ങൾ 3 പേരും കൂടെ നേരെ ചേറ്റോട്ട് ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോയി. ഇന്നലെയായിരുന്നു ഇവിടുത്തെ ഉത്സവം. ഞങ്ങളവിടെ ചെന്നപ്പോൾ ഉത്സവത്തിൻ്റെ ആരവങ്ങളൊക്കെ ഒഴിഞ്ഞിരുന്നു. ധോണിമലയുടെ താഴ്വാരത്ത് പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് ചേറ്റോട്ട് ഭഗവതി ക്ഷേത്രം. പണ്ട് ഒരു കർഷകൻ ചേറിൽ പണിയെടുക്കുന്ന സമയത്ത് തൻ്റെ കൈക്കോട്ട് കൊണ്ട് ചേറിൽ വെട്ടിയ നേരത്ത് തൻ്റെ കൈക്കോട്ട് എന്തോ ഒരു സാധനത്തിൽ തട്ടിയെന്നും പിന്നീട് അത് എടുത്തു നോക്കുമ്പോൾ അതൊരു ദേവീ പ്രതിഷ്ഠയായിരുന്നുവെന്നുമെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ചേറിൽ നിന്നും കിട്ടിയ ദേവിയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചതുകൊണ്ട് ഈ അമ്പലത്തിന് ചേറ്റിൽ വെട്ടിയ ഭഗവതി ക്ഷേത്രം എന്ന പേരുണ്ടായി എന്നാണ് ഐതിഹ്യം. പിന്നീട് അത് ലോപിച്ച് ചേറ്റോട്ടുകാവ് എന്നും അറിയപ്പെടുന്നു. അതിപുരാതനമായ ഒരു ശിവക്ഷേത്രവും ദേവി പ്രതിഷ്ഠയുമാണ് ഈ അമ്പലത്തിലുള്ളത്. പ്രകൃതി രമണീയമായ ധോണിമലയുടെ താഴ്വാരത്ത് പച്ചപ്പ് നിറഞ്ഞ പാടങ്ങൾക്ക് നടുവിൽ ഐശ്വര്യം വിതറി നിൽക്കുന്ന ചേറ്റോട്ട് ഭഗവതിയുടെ ക്ഷേത്രം ഒരിക്കലെങ്കിലും കാണേണ്ടതാണ്. വളരെ സമാധാനപൂർണവും ഭക്തിസാന്ദ്രവുമായ ഒരു അന്തരീക്ഷവുമാണ് ഈ ക്ഷേത്ര പരിസരത്തിലുള്ളത്. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്നും മടങ്ങി. PT7നെ കാണാനായി ധോണിയിലേക്ക് പോയ ഉണ്ണിമോളുടെ മനസ്സിലെ ആഗ്രഹം നടക്കാത്തതിൻ്റെ നിരാശ അല്പമെങ്കിലും തീർന്നത് ധോണി ലീഡ് കോളേജിലെത്തി ഇവരെ കണ്ടപ്പോഴാണ്. ധോണി ലീഡ് കോളേജിൻ്റെ മുറ്റത്ത് 2 എമുവും 2 ഒട്ടകപ്പക്ഷിയും ഇങ്ങനെ വെള്ളം കുടിച്ച് നിൽക്കുന്നത് കണ്ട കാഴ്ച ഉണ്ണിമോൾക്ക് അല്പമെങ്കിലും ആശ്വാസമായി. കുറച്ചു നേരം അവിടെ തന്നെ നിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷിയെ കണ്ട കൗതുകത്തിൽ അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് യാത്രയായി. വീട്ടിലേക്ക് വരുന്ന വഴിയിലുള്ള പാടങ്ങളൊക്കെ കൊയ്ത്ത് യന്ത്രം വന്ന് കൊയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ യന്ത്രവും കുറച്ചു നേരം നോക്കി നിന്നു. ഒരു പരീക്ഷയ്ക്കായി ചെന്ന് അതിൻ്റെ പേരിൽ ചെറിയൊരു യാത്ര നടത്താനായതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.